സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ 39% തെങ്ങാണ് നമ്മുടെ കൃഷി. എന്നിരുന്നാൽ പോലും നമുക്ക് ആവശ്യമുള്ള കൊപ്രയും വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി വരേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു തെങ്ങിനെ ഒരു വാണിജ്യ വിളയായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യമായൊരു പ്രശ്നം. 1980 വരെ നാളികേര ഉൽപ്പാദനത്തിൽ 80 മുതൽ 85% വരെ ഉൽപ്പാദനം കേരളത്തിൻ്റെതായിരുന്നു, തേങ്ങയുടെ ഉൽപ്പാദനം. പിന്നീട് 90ൻ്റെ തുടക്കമായപ്പോൾ 57% കുറഞ്ഞു. പിന്നീട് അത് 2008-2009 വർഷങ്ങളിൽ അത് വീണ്ടും കുറഞ്ഞിട്ട് 43% മാറി. ഇപ്പോൾ ഏകദേശം 150 ദശലക്ഷം തെങ്ങുണ്ട് കേരളത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും തേങ്ങ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ 2020-21 34%, അത് 2024-25 ആയപ്പോൾ 31.67% അത് കുറയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ്. അതുകൊണ്ട് തന്നെ തെങ്ങ് എന്താവില്ല, ഒരു കാരണവശാലും തെങ്ങ് കൃഷി നഷ്ടമാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും വർഷവും തേങ്ങ കുറയുന്നതിൻ്റെ കാരണം പല വിധത്തിലുള്ള രോഗങ്ങളും നമ്മളുടെ പരിചരണമില്ലായ്മയുമാണ്. ഇനിയും നമ്മൾ മടിച്ചു നിന്നാൽ ഈ കേരം തിങ്ങും കേരള നാട് എന്ന കേരളം ഉണ്ടല്ലോ, ആ പേരങ്ങ് മാറ്റേണ്ടി വരും. അത്ര ഗൗരവമാണ് തെങ്ങ് കൃഷിയിൽ നമ്മൾ ഓരോരുത്തരും നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയം. ഇനി വിഷയത്തിലേക്ക് വരാം. മിഫന്ന ഗാർഡൻസ് തെങ്ങിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേര സമൃദ്ധി എന്ന പേരിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ശാസ്ത്രീയമായി തെങ്ങിന്റെ തടമെടുക്കലും വളമിടലും പരിചരിക്കലും അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായ അറിവും സഹായവും നൽകുന്നു. അതിന്റെ ഭാഗമായി ഒരു തെങ്ങിന് ഒരു വർഷത്തേക്ക് ആവശ്യമായ വളം ഒരു കിറ്റാക്കി കർഷകർക്ക് നൽകുന്നു. അതുകൊണ്ടുള്ള ഗുണം, തെങ്ങിന്റെ പരിചരണത്തെക്കുറിച്ച് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ വളപ്രയോഗം നടത്താൻ സാധിക്കുന്നു. നല്ല ഗുണമേന്മയുള്ള വളങ്ങൾ കണ്ടെത്തുകയും അത് മിതമായ നിരക്കിൽ കർഷകർക്ക് നേരിട്ടെത്തിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഒരുപാട് സമയം ലാഭിക്കാനും സാമ്പത്തിക നേട്ടം കൈവരിക്കാനും ടെൻഷൻ കുറക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അത്രയും സമയം അവർക്ക് അവരുടെ കൃഷിയിടത്തിലും കുടുംബത്തോടൊപ്പവും ചെലവഴിച്ച് സന്തോഷത്തോടെ ഇരിക്കാം. ഇനി എങ്ങനെയാണ് വളം ചെയ്യേണ്ടത് എന്ന് നോക്കാം. പ്രായമായ കായ്ച്ചു നിൽക്കുന്ന ഒരു തെങ്ങിന്റെ വളപ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് തടമെടുക്കേണ്ടത്. അത് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ആ മണ്ണ് തടത്തിൻ്റെ ചുറ്റുഭാഗം വരമ്പായിട്ടിടുക. മഴ പെയ്താൽ പുറമെയുള്ള വെള്ളം ഈ തടത്തിലേക്കും വരരുത്. തടത്തിലുള്ള വളവും വെള്ളവും പുറത്തേക്കും പോകരുത്. പിന്നീട് കിറ്റിലുള്ള വലിയ പേക്കായ ഡോളോമേറ്റ് ഇട്ട് മണ്ണുമായി യോജിപ്പിക്കുക. മഴയില്ലെങ്കിൽ നനച്ചു കൊടുക്കണം. പിന്നീട് പറമ്പിലുള്ള കാടും മറ്റു പച്ചിലകളും എല്ലാം വെട്ടിയിട്ട് പുതയിടുക. അതൊരു ജൈവവളം കൂടെയാണ്. നമ്മളൊരു തെങ്ങിന് കൊടുക്കേണ്ട 50 കിലോ ജൈവവളത്തിന് അതിൽപ്പെട്ടതാണ് നമ്മൾ ഈ കൊടുക്കുന്ന പച്ചിലകളും കൂടെ. 15 ദിവസത്തിന് ശേഷം കിറ്റിലുള്ള വലിയ പാക്കുകൾ കിറ്റിൽ തന്നെയുള്ള മിക്സ് ചെയ്ത ജൈവവളത്തിൽ നിന്നും പകുതി എടുത്ത് അതിൽ മിക്സ് ചെയ്ത് തെങ്ങിനിട്ട് കൊടുക്കുക. പിന്നീട് 10 ദിവസത്തിന് ശേഷം കിറ്റിൽ നിന്നും ബോറോൺ എടുത്ത് 2-3 കിലോ ജൈവവളവുമായി ചേർത്ത് തെങ്ങിനിട്ട് കൊടുക്കുക. ഇവിടെ പ്രത്യേകമായി പറയാനുള്ളത്, മഴയില്ലെങ്കിൽ നിർബന്ധമായും നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ദോഷം ചെയ്യും. ബാക്കി വന്ന കിറ്റിലുള്ള വളങ്ങൾ അടുത്ത ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ കാലാവസ്ഥയാണ്. മഴയെ ആശ്രയിച്ചാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഈ മാസത്തിൽ എപ്പോഴെങ്കിലും അടുത്ത ഘട്ടം മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പറമ്പിലുള്ള കാടും പുല്ലും എല്ലാം വെട്ടി തെങ്ങിന് നന്നായി പുതയിടുക. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 60 ദിവസം മുതൽ 90 ദിവസം വരെ ആയുസുള്ള പച്ചക്കറിക്ക് വളം ഇട്ടതുപോലെ ആയിരിക്കില്ല തെങ്ങിന് വളം ഇടുമ്പോൾ. 1, 2, 3 വർഷം എടുക്കും അതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ. അതുകൊണ്ട് എല്ലാ വർഷവും തുടർച്ചയായി വളം നൽകണം. വീണ്ടും വീണ്ടും തടമെടുക്കേണ്ടതില്ല. പിന്നീട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നനക്കുന്ന തോട്ടമാണെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണെന്നുണ്ടെങ്കിൽ തവണകൾ കൂട്ടുക. നമ്മൾ ഈ ഒരു വർഷത്തേക്കുള്ള ഈ വളത്തെ തന്നെ തവണകൾ കൂട്ടിക്കൊണ്ട് 4, 5, 6, 7, 8 നിങ്ങൾക്ക് എത്രയാണോ തവണകൾ കൂട്ടാൻ കഴിയുക അത്ര തവണകൾ കൂട്ടി കുറേശ്ശെ വളം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മൾ ഈ കാലാവസ്ഥയെ ആശ്രയിച്ച് കൊണ്ട് മാത്രം കൃഷി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും തെങ്ങിന് വളപ്രയോഗം നടത്തുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. അല്ലാത്ത തന്നെ ഏറ്റവും ബെറ്ററായ കാര്യം തവണകൾ കൂട്ടുക എന്നുള്ളതാണ്. ഏതായാലും ഇനി തെങ്ങിനെ കുറിച്ചുള്ള അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.